അങ്ങനെ നമ്മുടെ അനുമോളും ആദിലയും തമ്മിൽ വൻ അടി നടന്നിരിക്കുകയാണ്. അതായത് ഈ ഫുഡ് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞിട്ടായിരുന്നു അടി സ്റ്റാർട്ട് ചെയ്തത്. അതായത് വീട്ടുകാരെല്ലാവരും, അതായത് അനീഷ് ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും അനുമോൾക്കെതിരെയാണ് സംസാരിച്ചത്. അതായത് അനുമോൾ ഫുഡ് കൊടുക്കുന്ന സമയത്ത് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തില്ല, അതായിരുന്നു പ്രശ്നം. പിന്നെ ചോറും കുറച്ച് എക്സ്ട്രാ വന്നു. അപ്പോൾ ഇത് അക്ബർ ചൂണ്ടിക്കാണിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ ആഴ്ച ഇതേ പേരും ചൊല്ലി, അതായത് ഇത്രയും നാൾ താമസിച്ചിട്ട് എത്ര നാരി അരി ഇടേണ്ടതെന്ന് അറിയാൻ പാടില്ലെന്ന് അക്ബറിനോട് കഴിഞ്ഞ ആഴ്ച അനുമോൾ ചോദിക്കുന്നുണ്ടായിരുന്നു. ലാലേട്ടന് മുമ്പ് ഇത്രയും ചോറ് ബാക്കി വന്ന കാര്യമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതേ സെയിം ക്വസ്റ്റ്യൻ അക്ബർ അനുമോളോട് ചോദിച്ചു. അതായത് ഇത്രയും നാൾ താമസിച്ചിട്ട് അനുമോൾക്ക് അറിയാൻ പാടില്ല, എത്ര നാൾ ഇടേണ്ടതെന്ന് അറിയാൻ പാടില്ല എന്ന് അക്ബർ തിരിച്ച് അനുമോളോട് ചോദിച്ചപ്പോഴത്തേക്ക് അനുമോൾക്കൊന്നും പറയാൻ കിട്ടിയില്ലായിരുന്നു. പിന്നെ അനുമോൾ സാബുമാൻ ഇച്ചിരി ചോറേ കഴിക്കത്തുള്ളൂ. അത് സാബുമാൻ ചോറ് ഇച്ചിരി കൊടുക്കുന്നത്, കറി ഇച്ചിരി അധികം ചോദിച്ചപ്പോഴത്തേക്കും, അതായത് ചോറ് ഇച്ചിരി പുള്ളിക്കാരൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ കറി ഇച്ചിരി എക്സ്ട്രാ ചോദിച്ചപ്പോഴത്തേക്കും അനുമോൾ പറഞ്ഞ റിപ്ലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇച്ചിരി ചോറ് എടുക്കുന്നവർക്ക് ഇച്ചിരി കറി കഴിച്ചാൽ മതി, ചോറ് കൂടുതൽ എടുക്കുന്നവർക്ക് കൂടുതൽ കറി എടുത്താൽ മതി എന്ന് അനുമോളുടെ റിപ്ലൈ പറഞ്ഞത്. ആ സ്റ്റേറ്റ്മെൻറ്റ് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അതായത് എല്ലാവർക്കും ഒന്നെങ്കിൽ ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതായത് ചോറ് കൊടുക്കുന്നവർക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ എല്ലാവർക്കും എന്ന് വെച്ചാൽ കറി എല്ലാവർക്കും വേണ്ടിയതല്ലേ. അപ്പോൾ ആ പേരും ചൊല്ലിയായിരുന്നു ആദിലയും നമ്മുടെ അനുമോളും തമ്മിൽ വഴക്കുണ്ടായി. പിന്നെ സാബുമാൻ വരെ അനുമോളുമായിട്ട് വഴക്കുണ്ടായി. ഇത് റേഷനാണ്, അതായത് എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ അനുമോൾ ദേഷ്യത്തിൽ മറ്റേ അവിടെ വെച്ചിരിക്കുന്ന പാത്രത്തിൽ തന്നെ വീണ്ടും കറി ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് സാബുമാനായിരുന്നു ചോദിച്ചത്, പക്ഷേ സാബുമാൻ മാത്രം കിട്ടിയില്ല. ബാക്കിയുള്ള അവിടെ നിന്ന പാത്രത്തിലെല്ലാം പുള്ളിക്കാരി അങ്ങോട്ട് കൊട്ടിയിടുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വഴക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അനുമോൾ പിന്നെയും പറഞ്ഞു, അതായത് ഞാൻ കിച്ചൺ ടീമിൽ നിന്ന് പോകാമെന്ന് വീണ്ടും പറഞ്ഞു. അങ്ങനെ നെവിൻ വീണ്ടും കിച്ചൺ ടീമിൽ കയറിയിരിക്കുകയാണ്. അതായത് അനുമോൾക്ക് മാത്രം പ്രത്യേകം ഒരു പ്രിവിലേജ് കൊടുക്കുന്നതിന് എന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വീണ്ടും ഇതിപ്പോൾ ഒരു 5-ാമത്തെ 6-ാമത്തെ വട്ടം അനുമോൾ കിച്ചണിൽ കയറിയിട്ട് വീണ്ടും വഴക്കുണ്ടാക്കിയിട്ട് ഇറങ്ങുന്നത്. അതൊരു ശരിയായ കാര്യമായിട്ട് തോന്നുന്നില്ല. ഇപ്പോൾ ഒരു 5-ഓ 6-ാമത്തെ വട്ടം കണ്ട് അനുമോൾ കിച്ചണിൽ കയറിയിട്ട് അനുമോൾ തന്നെ ഇറങ്ങിപ്പോകുന്നത്. അനുമോൾ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതാണ്. ഇപ്പോൾ വീണ്ടും കിച്ചൺ ടീമിൽ കയറിയിരിക്കുന്നത് നമ്മുടെ നെവിൻ തന്നെയാണ്. അങ്ങനെ അവിടെ വഴക്കൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ രണ്ടാമത് മണി ബോക്സിൻ്റെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അത് 50,000 രൂപ ടാസ്ക് ആയിരുന്നു. അത് 20,000 രൂപ ഇവർ വിൻ ചെയ്തു. അതായത് ഷാനവാസും നമ്മുടെ അക്ബറും 10,000 രൂപ വെച്ച് വിൻ ചെയ്തു. അനുമോൾ 5,000 രൂപ വിൻ ചെയ്തു. മൊത്തം 20,000 രൂപ ഇവർ വിൻ ചെയ്തു. അങ്ങനെ ഇത് വിന്നേഴ്സിൻ്റെ എമൗണ്ടിൽ നിന്നാണ് കുറയ്ക്കുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ്.